സത്യം പറഞ്ഞാൽ എൻ്റെ കുറച്ചൊരു 5-8 അവാർഡ് കിട്ടിയത് അതിപ്പം കിട്ടിയതല്ല. അപ്പം അതെടുത്ത് ഞാൻ മേശപ്പുറത്ത് വെച്ച് വേറൊന്നുമല്ല. എൻ്റെ അവാർഡ് ഇപ്പം എന്താ പറയാ, കൊച്ചുങ്ങൾ ഞങ്ങളുടെ കുഞ്ഞേ അവന് നമസ്കാരം. നമ്മൾ എന്നും സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആൾക്കാർ അവരുടെ യഥാർത്ഥ പേഴ്സണാലിറ്റി ആണോ നമ്മളുടെ മുമ്പിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല. 50-60% ആൾക്കാരും അവരുടെ റിയൽ പേഴ്സണാലിറ്റി അല്ല പ്രേക്ഷകർക്ക് മുമ്പിൽ കാണിക്കുന്നത്. അവരുടെ യഥാർത്ഥ സ്വഭാവവും ക്യാരക്ടറും ഒക്കെ മറച്ചു വെച്ച് ഫേക്ക് ആയിട്ടുള്ളൊരു ക്യാരക്ടർ എടുത്തിട്ടായിരിക്കും നമ്മളുടെ മുമ്പിൽ അവർ അപ്പിയർ ആകുന്നത്. അതെന്തിനാണ്? അവരുടെ റിയൽ ക്യാരക്ടർ പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞാൽ അതൊരിക്കലും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു ക്യാരക്ടർ എടുത്തങ്ങ് അണിഞ്ഞ് ഒരു മുഖംമൂടി എടുത്തണിഞ്ഞിട്ടാണ് നമ്മളുടെ മുമ്പിൽ വരുന്നത്. ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസറിന് അല്ലെന്നുണ്ടെങ്കിൽ ഒരു പബ്ലിക് ഫിഗറിന് മറ്റൊരു വ്യക്തിയെ ഇഷ്ടമല്ല. പക്ഷേ പ്രേക്ഷകരുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? എനിക്കിഷ്ടമാണ് എന്നുള്ള രീതിയിൽ അഭിനയിക്കും. അങ്ങനെ ഒരുപാട് അഭിനയങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ കാഴ്ചവെക്കുന്നുണ്ട്. എന്നാൽ ഒരുപാട് നാൾ ആ അഭിനയം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? ഒരിക്കലുമില്ല. കാരണം ഇത് പബ്ലിക്കിന് മുമ്പിലാണ് നടക്കുന്നത്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് നാളൊന്നും ഈ മുഖംമൂടി അണിഞ്ഞ് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഏതെങ്കിലും ഒരു പോയിന്റ് എത്തുമ്പോൾ ഈ മുഖം മൂടി അങ്ങ് അഴിഞ്ഞു വീഴും. എന്നിട്ട് നമ്മുടെ യഥാർത്ഥ സ്വഭാവവും യഥാർത്ഥ മുഖം എന്താണ് എന്നുള്ളത് പ്രേക്ഷകർ അറിയും. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ സിമ്പതി കൊണ്ട് വളർന്നു വന്ന ഒരു പർട്ടിക്കുലർ വ്യക്തി രേണു ആദ്യമൊക്കെ നല്ലൊരു വ്യക്തിയാണ്. രേണുവിന്റെ സ്വഭാവം നല്ലതാണ്. രേണു ആദ്യം മൊത്തം സിമ്പതി കൊണ്ടാണല്ലോ വളർന്നു വന്നത്. സുധിച്ചേട്ടനോടുള്ള സ്നേഹം, ആത്മാർത്ഥത, കടപ്പാട് അല്ലെങ്കിൽ ബഹുമാനം, അതൊക്കെയാണ് രേണുവിനെ ഇത്രയും വളർത്തിയത്. രേണു നാഴികയ്ക്ക് 40 വട്ടവും പറയുന്നത് അത് തന്നെയാണ്. എനിക്ക് സുധിച്ചേട്ടനോട് ഭയങ്കര ഇഷ്ടമാണ്, ജീവനാണ്, ബഹുമാനമാണ് എന്നൊക്കെ പറയുമ്പോഴും സുധിച്ചേട്ടന്റെ കാര്യങ്ങളോട് രേണു പലപ്പോഴും അനാദരവ് കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സുധിച്ചേട്ടന്റെ മൂത്ത മകനായിട്ടുള്ള കിച്ചു ഒരു വ്ളോഗ് ഇട്ടു. ഡെയിലി വ്ളോഗാണ്. ആ ഡെയിലി വ്ളോഗ് കണ്ടപ്പോഴാണ് സുധിച്ചേട്ടനോട് എത്രത്തോളം അനാദരവ് രേണുവിനുണ്ട് എന്ന് നമുക്ക് മനസ്സിലായത്. സുധിച്ചേട്ടന് കിട്ടിയിട്ടുള്ള അവാർഡുകൾ ചാക്കിൽ കെട്ടി കട്ടിലിന്റെ അടിയിലേക്ക് ഇട്ടേക്കാണ്. അപ്പൊ ഈ അവാർഡ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് കിട്ടിയ ആദരവാണ്. ഒരു വ്യക്തിക്ക് ഒരു അവാർഡ് കിട്ടുക എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് കിട്ടുന്ന ആദരവാണ്. ആ ആദരവിനെ ആ വ്യക്തിയോട് സ്നേഹമുള്ള ആൾക്കാരും ആദരവ് പോലെ കാണും. അതിനോട് ഒരിക്കലും നമ്മൾ ബഹുമാനക്കുറവ് കാണിക്കത്തില്ല. അതെടുത്ത് സൂക്ഷിച്ചു വെക്കണമെന്നുള്ളവര് നല്ല വൃത്തിയായിട്ട് എവിടെയെങ്കിലുമൊക്കെ സൂക്ഷിച്ചു വെക്കും. അല്ലെന്നുണ്ടെങ്കിൽ ആൾക്കാർ കാണുന്ന രീതിയിൽ അടുക്കി പറക്കി വെക്കും. പക്ഷെ അങ്ങനെ അല്ലാതെ ചാക്കി കെട്ടി കട്ടിലിന്റെ അടിയിലേക്ക് ഇടുക എന്ന് പറയുന്നത് അതിനോട് കാണിക്കുന്ന ഒരു അനാദരവല്ലേ? തീർച്ചയായിട്ടും അനാദരവാണ്. അപ്പൊ അത് എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്നുള്ളതിന്റെ ന്യായീകരണവുമായിട്ട് രേണുസുതി എത്തിയിട്ടുണ്ട്. ഏതായാലും നമുക്ക് ആ ന്യായീകരണം ഒന്ന് കേട്ടു നോക്കാം. ഈ കഴിഞ്ഞ ദിവസം കണ്ടാന്ന് തോന്നുന്നു, ഞാൻ അവിടെ ഇല്ലായിരുന്നു. അപ്പം കിച്ചൂട്ടിന് അവിടെ വന്ന് വ്ളോഗ് എടുത്തായിരുന്നു. അപ്പം എന്താ പറയാ, സത്യം പറഞ്ഞാൽ എൻ്റെ കുറച്ചൊരു 5-8 അവാർഡ് കിട്ടിയത് അതിപ്പം കിട്ടിയതല്ല. അപ്പം അതെടുത്ത് ഞാൻ മേശപ്പുറത്ത് വെച്ച് വേറൊന്നുമല്ല. എൻ്റെ അവാർഡ് ഇപ്പം എന്താ പറയാ, കൊച്ചുങ്ങൾ ഞങ്ങളുടെ കുഞ്ഞേ അവന് ഋതപ്പന് ആ ഉള്ള ഒരു ഏജേ ഉള്ളൂ. കുഞ്ഞ് ഞാൻ അറിയാതെ തന്നെ ഫോൺ എടുത്തുകൊണ്ട് പാത്ത് വെച്ച് കുത്തി എവിടെയെങ്കിലും കോളൊക്കെ കളയും, അല്ലെങ്കിൽ നിലത്തിട്ട് പൊട്ടിക്കും. അതുപോലെ അവാർഡൊക്കെ സൂചിച്ചേണ്ട അവാർഡൊക്കെ എടുത്ത് അവൻ കുഞ്ഞല്ലേ, അവൻ കളിക്കുകയൊക്കെ ചെയ്യും. അപ്പം എൻ്റെ അവാർഡ് ഇപ്പം താഴെ പോയി ഒടിഞ്ഞു പോയാൽ പോലും, അറിയാതെ പോയാൽ പോലും, കുഞ്ഞെടുത്ത് കളിച്ചാൽ പോലും എൻ്റെ സൂചിച്ചേണ്ട അവാർഡ് അല്ലെങ്കിൽ അത്രയും നാൾ മേടിച്ചു വെച്ചാൽ അത് ഒരിക്കലും പോകരുതെന്നുള്ള രീതിയിൽ ഞാനെടുത്ത് കുഞ്ഞ് കാണാതെ എടുത്ത് പാത്ത് വെച്ചതാണ്. ചാക്കിനകത്ത് എടുത്ത് പാത്ത് വെച്ചാണ്, അല്ലാതെ അതെടുത്ത് തട്ടിക്കളഞ്ഞതോ ഒന്നുമല്ല. എന്നെ മനസ്സിലാക്കുന്ന എന്റെ പ്രേക്ഷകർക്ക് അത് മനസ്സിലാവും. ചെറിയൊരു പോയിന്റ് കിട്ടിയപ്പോൾ തന്നെ എന്നെ തകർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്നെ നെഗറ്റീവ് മാത്രം അടിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്കൊന്നും പറയാം. ഇതാണ് സംഭവിച്ചത്. നമ്മുടെ കുഞ്ഞ് ഋതപ്പൻ ആ പ്രായമാണ്, കുഞ്ഞാണ്. അപ്പൊ അവൻ അതെടുത്ത് നശിപ്പിക്കുന്നത്. പാത്തിരുന്ന് കളിക്കും അവൻ അതെടുത്തിട്ട് ചിലപ്പോൾ തടിയല്ലേ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒടിച്ചു കളഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് നമുക്ക് ഉണ്ടാക്കാൻ. നല്ല സൂപ്പർ എക്സ്പ്ലനേഷൻ ആണല്ലേ. ന്യായീകരണം നന്നായിട്ടുണ്ട്. എങ്ങനെ ഇത്ര പെട്ടെന്ന് ന്യായീകരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇതിനെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മുടെ മുഖം മൂടി അഴിഞ്ഞു വീഴും. നമ്മൾ യഥാർത്ഥത്തിൽ എന്താണോ, അല്ലെങ്കിൽ നമുക്കൊരാളോട് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ, ബഹുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബഹുമാനം കാണിക്കുക. നമുക്കൊരാളോട് ബഹുമാനം ഇല്ലെന്നുണ്ടെങ്കിൽ ആ ബഹുമാനം കാണിക്കാതെ ഇരിക്കുക. നമ്മൾ യഥാർത്ഥത്തിൽ എന്താണോ അത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനൊരു ന്യായീകരണം കൊണ്ട് വരേണ്ട ഒരു കാര്യവുമില്ല. അതാണ് യാഥാർത്ഥ്യം. ഇനി നമുക്ക് രേണുസുതിയുടെ ന്യായീകരണത്തിലേക്ക് കടക്കാം. കുട്ടി എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സൂക്ഷിച്ച് വൃത്തിയായിട്ട് സേഫായിട്ട് വെച്ചതാണ് കട്ടിലിൻ്റെ അടിയിൽ. നമ്മളൊരു വസ്തു സേഫായിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ എവിടെയായിരിക്കും വെക്കുന്നത്?
പിന്നെ രേണു ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ സത്യം, ഋതപ്പൻ 5 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും കൈ കിട്ടുന്ന സാധനങ്ങളൊക്കെ എടുത്ത് നശിപ്പിക്കും, അതുകൊണ്ട് കളിക്കാൻ പോവും, പാത്ത് വെക്കും, അങ്ങനെ എല്ലാ പരിപാടിയും ചെയ്യും. പക്ഷെ രേണുവിൻ്റെ അവാർഡും ഋതപ്പൻ എടുത്ത് ചെയ്യും, ഇങ്ങനെ കളിക്കാൻ പോവും, ഒടിച്ചു കൊണ്ടുപോകും അങ്ങനെ. പക്ഷെ കൊല്ലസുധിയുടെ അവാർഡ് മാത്രമല്ല, രേണുവിൻ്റെ അവാർഡും കൊച്ചിറക്കൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അവൻ എടുത്തുകൊണ്ട് പോകും, പാത്ത് വെക്കും, അത് ഒടിക്കും. പിന്നെ രേണു പറയുന്നത് വെച്ചിട്ട് രേണുവിൻ്റെ അവാർഡ് ഒടിച്ചാലും കുഴപ്പമില്ല, പക്ഷെ കൊല്ലസുധിയുടെ അവാർഡ് ഒടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. നമ്മൾ ഒരു വ്യക്തിയുടെ അവാർഡ് അല്ലെങ്കിൽ അയാളോട് കൊടുക്കുന്ന ഒരു ആദരവ്, അത് നമ്മൾ എന്താണ്, അത് സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സേഫായിട്ട് എവിടെയെങ്കിലും എടുത്തു വെക്കും. ഈ കട്ടിലിൻ്റെ അടിയിലേക്ക് ഒരു ചാക്കി കെട്ടി ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ അവാർഡിനോട് കാണിക്കുന്ന അനാദരവ് തന്നെയാണ്. കട്ടിലിൻ്റെ അടിയിൽ കിടന്നത് പൊടി പിടിക്കും. മാത്രമല്ല, ആ വീടിൻ്റെ സിറ്റുവേഷനൊക്കെ അനുസരിച്ച് ആ വീട്ടിൽ കുറേ പ്രാണികളുണ്ടാവും, ഈച്ചയും പിന്നെന്താ നമ്മുടെ പല്ലി, പാറ്റ, അത്തരം ജീവികളൊക്കെ അതിനകത്ത് കയറിയിട്ട് അത് നശിപ്പിക്കത്തില്ലേ? ഉറപ്പായിട്ട് നശിപ്പിക്കും. പൊടി പിടിക്കുന്ന സ്ഥലത്തല്ലല്ലോ നമ്മളൊരു കാര്യം സേഫായിട്ട് വെക്കുന്നത്. അത് മാത്രമല്ല, ഈ കുട്ടികളുടെ കയ്യിൽ ഒരു കാര്യം എത്താതിരിക്കണമെന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ ആ വസ്തു എവിടെയായിരിക്കും വെക്കുന്നത്? കുട്ടിയെ എടുത്ത് നശിപ്പിക്കരുത്, കുട്ടിയുടെ കയ്യിൽ ആ ഒരു വസ്തു എത്തരുത്. അതിന് വേണ്ടിയിട്ട് മാതാപിതാക്കൾ എവിടെയായിരിക്കും വസ്തു എടുത്ത് വെക്കുന്നത്? ഒരിക്കലും ഈ കുട്ടികൾക്ക് കൈ എത്താത്ത സ്ഥലത്തായിരിക്കും വെക്കുന്നത്. കട്ടിലിൻ്റെ അടിയിൽ ഇട്ട് കഴിഞ്ഞാൽ ഋതപ്പൻ എടുക്കത്തേയില്ല. എന്തൊരു ഐഡിയ, നല്ല ബുദ്ധിയായിപ്പോയി. കട്ടിലിൻ്റെ അടിയിൽ എടുത്തു കഴിഞ്ഞാൽ അവന് സുഖമായിട്ട് എടുത്തുകൂടെ? നുഴഞ്ഞു കയറാനാണോ പാട്? ഇച്ചിരി ഇല്ലാത്ത ചെറുക്കനെ ആ കട്ടിലിൻ്റെ അടിയിലൂടെ നുഴഞ്ഞു കയറി അത് എടുത്തുകൊണ്ട് പോകാനാണോ പാട്? ഇനി നമ്മളൊരു നിരത്തി എവിടെയെങ്കിലും സേഫായിട്ട് വെക്കുക, അല്ലെങ്കിൽ ഇപ്പം രേണുവിൻ്റെ അവാർഡ് എടുത്ത് വെച്ചേക്കുന്നത് പോലെ വെച്ചേക്കുവാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അതിനോടൊരു ബഹുമാനമുണ്ട്. കാരണം ഇത് നല്ല സേഫായിട്ട് വെക്കേണ്ടതാണല്ലോ, എല്ലാവരും കാണേണ്ടതാണല്ലോ എന്നുള്ളൊരു ബോധം ആ കുട്ടിക്കുണ്ടാവും. അതേസമയം അച്ഛൻ്റെ അവാർഡ് ചാക്കി കെട്ടി കട്ടിലിൻ്റെ അടിയിൽ ഇട്ടേക്കുവാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയും വിചാരിക്കും, ഇതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല, നമുക്ക് എടുത്തുകൊണ്ട് പോവാം, കളിക്കാം, നശിപ്പിക്കാം. മാത്രമല്ല, കിച്ചുവിന് ആ അവാർഡ് കാണിച്ചു കൊടുക്കുന്നത് ആരാണ്? ഋതപ്പനാണ്. അപ്പോൾ കുട്ടി കാണാതെ സേഫായിട്ട് എടുത്ത് വെച്ചതാണ്. ന്യായീകരണം പൊളിച്ചിട്ടുണ്ട്, പക്ഷെ ഏറ്റില്ല. എന്നാൽ ഈ ന്യായീകരണവും അക്സെപ്റ്റ് ചെയ്യുന്ന ചില പൊട്ടന്മാരുണ്ട്. എന്ത് പേക്കൂത്ത് കാണിച്ചാലും എന്ത് കോപ്രായം കാണിച്ചാലും അതും അക്സെപ്റ്റ് ചെയ്യുന്ന ചില പൊട്ടന്മാരുണ്ടല്ലോ. ആ പൊട്ടന്മാർ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യും, പക്ഷെ എല്ലാവരും ഇത് അംഗീകരിച്ച് തരണമെന്നില്ല. ഇതെടുത്ത് സൂക്ഷിച്ചു വെച്ചതാണ് ഓരോ അവാർഡുകൾ. കാരണം നമുക്കിനി മുന്നോട്ട് എന്തെങ്കിലും കാര്യങ്ങൾക്ക് അവാർഡ് വെക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ട്, വീടിനകത്ത് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. കമന്റ് ബോക്സിൽ വന്നേക്കുന്നത് എന്താണ്, രേണുവിന്റെ അവാർഡ് എടുത്തിട്ട് മുകളിൽ വെച്ചു, സുധിച്ചേട്ടന്റെ അവാർഡ് എടുത്തിട്ട് കട്ടിലിന്റെ അടിയിൽ വെച്ച് ഒളിപ്പിച്ചു. അങ്ങനെ കമന്റ് ബോക്സ് രേണുവിന് ഒരു മാസം കൊണ്ടല്ലേ ഇത്രയും ഒരു 5 അവാർഡ്. അതെല്ലാം ഞാൻ ഇങ്ങനെ വരുമ്പോ അങ്ങനെ എടുത്ത് വെക്കുന്നതല്ലാതെ സൂക്ഷിച്ചു വെച്ചതല്ല. സുധിച്ചേട്ടന്റെ അവാർഡ് കുഞ്ഞു കളയാതിരിക്കാൻ വേണ്ടി. കുഞ്ഞല്ലേ അവൻ, ആ പ്രായമാണ്. ചേച്ചിയുടെ മക്കളും കൂടെ അവിടെ വരുമ്പം ഇവര് 3 പേരും കൂടെ ഞാൻ അറിയാതെ ഫോൺ എടുത്ത് കളിക്കും. ഓരോരോ ഇപ്പൊ സുധിച്ചേട്ടന്റെ പെർഫ്യൂം ഞാൻ എപ്പോഴും ഇടയ്ക്ക് പറയാറുണ്ട്, അവിടെ വെച്ച് കഴിഞ്ഞാൽ നേരെ നോക്കുമ്പോഴത്തേന് അത് എടുത്തോണ്ട് പോയി. ഒരു ദിവസം ഞാൻ വീട്ടിൽ ചെന്നപ്പോ സുധിച്ചേട്ടന്റെ പൊട്ടും കണ്ണ് എഴുതിയേക്കുന്നു സുധിച്ചേട്ടന്റെ ഫോട്ടോ. ഞാൻ അച്ഛനെ ഒരുക്കിയതാന്ന്. അതുപോലെ മോനെ അങ്ങനെ ചെയ്യരുത്, 5 വയസ്സായതേ ഉള്ളവന്. അപ്പം അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചാണല്ലേ എന്റെ സുധിച്ചേട്ടന്റെ അവാർഡ് എടുത്ത് ഞാൻ ചവിട്ടുകൊറ്റ ഇട്ടിട്ട് എന്റെ അവാർഡ് ഞാൻ ഫ്രണ്ടിൽ വെച്ചതല്ല. ദയവ് ചെയ്ത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ ഉള്ള എൻ്റെ ഏറ്റവും വലിയൊരു സംശയം, ആ കൂടെ നിൽക്കുന്ന വ്യക്തി എന്തിനാണോ അവിടെ നിൽക്കുന്നത്? ആ വ്യക്തിയുടെ കാര്യം പറയാനല്ലല്ലോ രേണു അവിടെ നിൽക്കുന്നത്. അപ്പൊ പിന്നെ എന്തിനാ ആ കൂടെ നിൽക്കുന്ന ആ വ്യക്തി ഒരു നോക്കുകുത്തിയെ പോലെ അവിടെ നിർത്തിയേക്കുന്നത്? എന്തൊക്കെ പ്രഹസനമാണല്ലേ! ഈ പറയുന്ന വ്യക്തി രേണുവിനെ വിട്ടുപോകാൻ ഒരു ഉദ്ദേശവും ഇല്ല. ഇപ്പം നല്ല രീതിയിൽ പബ്ലിസിറ്റി കിട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ട് മാക്സിമം രേണുവിൻ്റെ കൂടെ നിന്ന് ആ പബ്ലിസിറ്റി അങ്ങ് നേടിയെടുക്കുക എന്നുള്ളതാണ് പുള്ളിക്കാരൻ്റെ ഉദ്ദേശം. രേണു അത് നന്നായിട്ട് മുതലാക്കുന്നുണ്ട്. അതിപ്പോൾ എന്തും ആയിക്കോട്ടെ. പക്ഷേ എന്തൊരു കാര്യം ചെയ്തു കഴിഞ്ഞാലും ആരുടെയെങ്കിലും മണ്ടയ്ക്ക് അങ്ങ് കുറ്റം കൊണ്ടുവെക്കും. ഇപ്പം കുറ്റം മൊത്തം കൊച്ചീർക്കനാണ്. അപ്പോൾ ആ കിച്ചുവിൻ്റെ വ്ളോഗ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, കിച്ചു പല കാര്യങ്ങളും പറയാതെ പറയുന്നതാണോ എന്നുള്ളൊരു ഡൗട്ട്. അതായത് ഇങ്ങനെയാണ് ഇവിടുത്തെ സാഹചര്യം എന്ന് പറയാതെ വീഡിയോയിലൂടെ നമ്മളുടെ മുമ്പിൽ കാണിച്ചു തന്നതാണെങ്കിലും, അങ്ങനെ വീഡിയോയിലൂടെ നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നത് കൊണ്ടാണല്ലോ നമുക്കിത് കാണാൻ സാധിച്ചത്. കാരണം കിച്ചുവിന് അത് കട്ട് ചെയ്ത് മാറ്റണമെന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയേനെ. നമ്മളെല്ലാവരും വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ചെയ്തിട്ടൊക്കെയാണ് അപ്ലോഡ് ചെയ്യുന്നത്, അല്ലാതെ വീഡിയോ എടുത്ത് അതേപോലെയല്ല സോഷ്യൽ മീഡിയയിൽ കൊണ്ട് പോസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ എഡിറ്റ് ചെയ്യും, അതിനകത്ത് മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യും. അതെല്ലാം ചെയ്തതിന് ശേഷമാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ട് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം കിച്ചു ഈ വീഡിയോ എടുത്തു, ആ വീഡിയോയിൽ ഈ ഒരു ഭാഗം ഉണ്ടെന്ന് കിച്ചുവിന് അറിയാം. അത് എഡിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ കിച്ചു ഇടത്തുള്ളായിരുന്നുള്ളൂ. പക്ഷേ അത് പബ്ലിക്ക് കാണണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടല്ലേ കിച്ചു അത് എഡിറ്റ് ചെയ്യാതെ ഇട്ടത്.
അപ്പൊ അതിലൂടെ നമ്മുടെ മുമ്പിൽ ചില നഗ്ന സത്യങ്ങളൊക്കെ കാണിച്ചു തന്നതാണ്. ആ സത്യങ്ങൾ നമ്മളും കൂടി കാണണം. ഇതാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത്, ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രേണുസുതിക്ക് കൊല്ലസുതിയോടുള്ള ആദരവ് എത്രത്തോളമാണെന്നുള്ളത് ഈ ഒറ്റ കാര്യത്തിൽ നിന്ന് വ്യക്തമാണ്. രേണുസുതിക്ക് കൊല്ലസുതിയോട് ആദരവ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ, സ്നേഹം ഉണ്ടായിരുന്നു, ബഹുമാനം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അവാർഡുകൾ വളരെ വൃത്തിയായിട്ട് എവിടെയെങ്കിലും എടുത്ത് സൂക്ഷിച്ചു വെച്ചേനെ, എവിടെയെങ്കിലും പൂട്ടി വെച്ചേനെ. ഓക്കെ, ഇനി രേണുവിന് അലമാരയ്ക്ക് അതൊന്നും വെക്കാൻ സ്ഥലമില്ല, ഏതെങ്കിലും വൃത്തിയുള്ള കവറിനകത്ത് അത് അടുക്കി വെച്ച് എവിടെയെങ്കിലും ഒന്ന് പൂട്ടി വെക്കാലോ. പൊടി കയറാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് പൂട്ടി വെക്കാമല്ലോ, പ്രാണികൾ കയറാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെക്കാമല്ലോ. അപ്പൊ അത്രയും ബഹുമാനമേ ഉള്ളൂ, അത്രയും ആദരവേ ഉള്ളൂ. ഇനി ആ വസ്തുക്കൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടത്തില്ല. അപ്പോൾ ഒരിക്കലും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടത്തില്ല. അത്രയും മൂല്യമുള്ളൊരു വസ്തു നമ്മൾ ഒരിക്കലും ഇങ്ങനെ അലക്ഷ്യമായിട്ട് എടുത്തു വെക്കത്തില്ല. എന്നിട്ട് ഇത്രയും ന്യായീകരണങ്ങളാണ്.